ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല. ആരോഗ്യമെന്നത് ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദീൻ ദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസറിനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ആയുർവേദത്തിൽ സ്ത്രീകളുടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കേട്ടതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുപോലെ ഗർഭിണികൾ സ്വയം മരുന്നുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. അതിനി ആയുർവേദമായിരുന്നാലും ഏത് സിസ്റ്റത്തിലെ മെഡിസിൻ ആയിരുന്നാലും ആ ഒരു സ്വഭാവം മാറ്റണം. കാരണം സ്വയം മെഡിസിനിലൂടെ നമുക്ക് പലപ്പോഴും പല അസുഖങ്ങളുണ്ടാവും, ചിലപ്പോൾ അബോർഷൻ വരെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് സ്വയം ചികിത്സ ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഈ ആയുർവേദത്തിൽ നമ്മുടെ ഗർഭിണി ചര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ചര്യ തന്നെ പറയുന്നുണ്ട്. ആ ഒരു ഗർഭിണി ചര്യയിൽ പ്രത്യേകമായിട്ട് ഓരോ മാസത്തിലും എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം. ഇപ്പൊ പലപ്പോഴും ഗർഭകാലത്ത് ഛർദി ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ഛർദിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മലര് കേട്ടിട്ടുണ്ടോ? മലര്. അപ്പോൾ ഈ ഗർഭകാലത്തുണ്ടാവുന്ന ഛർദിയിലൊക്കെ ഈ മലര് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മല്ലിവെള്ളമൊക്കെ വളരെ നല്ല എഫക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ ഗർഭകാലത്ത് വേറൊരു നേരിടുന്ന പ്രശ്നമാണ് അസിഡിറ്റി. നല്ല അസിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് മെഡിസിൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ നമ്മളിപ്പോൾ ഈ എരിവ്, പുളി അങ്ങനെയുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ വിനാഗിരി ഒക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ മാറും. പിന്നെ അതുപോലെ ചിലർക്ക് നല്ല അസിഡിറ്റി ഉണ്ടാവും, പുളിച്ചത് കെട്ടി വരുന്ന, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ മെഡിസിൻ തന്നെ എടുക്കണം. നമ്മുടെ ഈ ഒറ്റമൂല്യ പ്രയോഗങ്ങളൊന്നും ശരിയാവില്ല. നമ്മളിപ്പോൾ ഗർഭകാലത്തുണ്ടാവുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാവിധികളെക്കുറിച്ചും പറഞ്ഞു അല്ലേ. ഇനി പ്രസവശേഷം അമ്മയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ആയുർവേദത്തിന്റെ പങ്ക് എന്താണ്? പ്രസവശേഷം സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ നിരവധി മാറ്റങ്ങളുണ്ടാവും. ഗർഭകാലത്തും പ്രസവ സമയത്തും ഉണ്ടായ ക്ഷീണം മാറി നമ്മുടെ ശരീരം പഴയ രീതിയിലേക്ക് മടങ്ങാൻ പ്രത്യേക ഒരു പരിചരണം തന്നെ ആവശ്യമാണ്. അതിന് സൂതികാചര്യ എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഈ സൂതികാചര്യയിൽ നമ്മൾ പറയും, പണ്ടുള്ള കാര്യങ്ങളിൽ പറയും ഈ വെള്ളം അധികം കുടിക്കുന്നത്. പക്ഷെ വെള്ളം നന്നായിട്ട് കുടിക്കണം. പണ്ട് ഹോസ്പിറ്റലൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രസവം എടുക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ടാവും അല്ലെ, പണ്ട് കാലം. അപ്പൊ അവര് വന്നിട്ട് ഇപ്പോഴും കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. അവർ വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ അധികം വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ. പിന്നെ അതുപോലെ വയറ് വലിച്ച് കെട്ടിവെക്കുന്ന ശീലം, ശരിക്കും അതുകൊണ്ടൊന്നും വയറൊന്നും കുറയില്ല. അതൊക്കെ ഒരു ധാരണകളാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രസവശേഷം ചെയ്യേണ്ടത് ഒന്ന്, നന്നായിട്ട് വെള്ളം കുടിക്കണം, ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അത് പണ്ട് ഒരു നല്ലൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ മസാലകൾ തന്നെ ഈ പ്രസവം കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച്, കാരണം ഈ അയമോദകം, ശതകുപ്പ അങ്ങനെയുള്ള മസാലകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് രക്തസ്രാവം ഉണ്ട്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും. ആ ഒരു ബ്ലീഡിങ് വെച്ചാൽ നമ്മുടെ യൂട്രസിനെ ശുദ്ധിയാക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ അയമോദകം, ശതകുപ്പ അങ്ങനെയുള്ള. അപ്പം അങ്ങനെയുള്ള മസാലകൾ യൂസ് ചെയ്ത് കറി ഉപയോഗിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ പണ്ട് ഉള്ള ഉമ്മമാർ അങ്ങനെ ചെയ്തു തരും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അതിലൊന്നും അത്ര ഒരു ഇമ്പോർട്ടൻസ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ മസാലകൾ തന്നെ നമ്മുടെ രക്തം ശുദ്ധിയാക്കാനൊക്കെ വളരെ നല്ലതാണ്. ദഹനശക്തി കൂടാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസവശേഷം നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ പിന്നെ ഒരു ശ്രദ്ധിക്കുന്നത് മുലപ്പാൽ നന്നായിട്ട് ഉണ്ടാവണം കുട്ടിക്ക്. അതപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ശതാവരി അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാം. പക്ഷെ അതൊക്കെ നല്ല റിസൾട്ടാണ്. മുലപ്പാൽ ഉണ്ടാവാനൊക്കെ വളരെയധികം നല്ല സാധനങ്ങളാണ്. അപ്പോൾ പ്രസവശേഷം നമ്മൾ ആയുർവേദത്തിൽ ചികിത്സ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതാണ്, ഈ ഭക്ഷണ രീതി, അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രസവശേഷം നടുവേദനയും ശരീരവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എണ്ണ തേച്ച് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്നത് വളരെയധികം സുഖപ്രദമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആയുർവേദത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ കുഞ്ഞിനും അമ്മയ്ക്കും ഒരു നല്ല ആരോഗ്യത്തെ നൽകാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഡോക്ടർ സൂതികാചര്യയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അത് കൊടുക്കാറുണ്ടോ? സ്ത്രീകൾ വരാറുണ്ടോ അതിനായിട്ട്?
വരാറുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചിലർ ഇവിടെ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് ടൈം ഒരു പേഷ്യൻ്റ് ഉണ്ട്, 21 ദിവസം കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് അവർ പോയത്. അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഹെഡ് മസാജ്, റിലാക്സേഷന് വേണ്ടിയിട്ട് ഉള്ള ടെക്നിക്സാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ, കാരണം എന്ന് വെച്ചാൽ അവരുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണ്, അപ്പോൾ അവർക്ക് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പം അങ്ങനെ ആകുമ്പോൾ സ്ട്രെസ്സ് കൂടാം, മെൻ്റൽ ടെൻഷൻ കൂടാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ മസാജും അതുപോലെ തന്നെ ഹെഡ് മസാജൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഉദ്വർത്തനം എന്ന് പറയുന്നത് പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ കുറയാനായിട്ട് നല്ലതാണ്. അപ്പോൾ അത് ഗ്രാജുവലി ഇപ്പോൾ ഒരു 21 days എങ്കിലും മിനിമം കണ്ടിന്യൂസ് അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോകും. നമ്മുടെ ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത കേസൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ. ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഉണ്ട്, ചെയ്യാറ്. നമ്മൾ ആർത്തവത്തെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഈ ആർത്തവ വിരാമ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടല്ലേ? ഇത് കുറയ്ക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കൊടുക്കാറുള്ളത് ആയുർവേദത്തിൽ? ആർത്തവ വിരാമം എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്ന രീതി പറയാം. അപ്പോൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത് നമ്മുടെ അണ്ഡാശയത്തിലുള്ള അണ്ഡോൽപാദനവും അതുപോലെ തന്നെ ഹോർമോണിൻ്റെ ഉൽപാദനമൊക്കെ നിൽക്കുകയും അങ്ങനെ ഹോർമോണിൻ്റെ അഭാവം മൂലം ആർത്തവം നിലക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇതൊരു 45-55 വയസ്സിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ആർത്തവ വിരാമത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് പറയാം. അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് ഒന്ന് ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് 3 മാസം കൂടുമ്പോൾ വരാം, ചിലപ്പോൾ 4 മാസം കൂടുമ്പോൾ വരാം, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തസ്രാവം, നല്ല ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവാം. പിന്നെ അതുപോലെ അകാരണമായിട്ടുള്ള ചൂട്, അതായത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമുക്കൊരു ചൂട് ഫീൽ ചെയ്യാം, ഫാനിൻ്റെ താഴെ ഇരുന്നാലും നമുക്ക് ചൂട് ഫീൽ ചെയ്യാം. അപ്പോൾ ഹോട്ട് ഫ്ലാഷസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ. പിന്നെ അതുപോലെ മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ആണ് ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആർത്തവം പൂർണ്ണമായിട്ടും നിലച്ച ഒരവസ്ഥയാണ്. എന്നുവെച്ചാൽ ആർത്തവം കംപ്ലീറ്റ് ആയിട്ട് നിന്നു. അങ്ങനെയുള്ള സ്റ്റേജിൽ സ്ത്രീ ഹോർമോണിൻ്റെ അളവൊക്കെ കുറയും, അത് സ്ത്രീ ഹോർമോൺ ഇല്ലാതാവും ശരീരത്തിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ യോനിയിൽ ഡ്രൈനെസ്, ഒരു യോനി വരൾച്ചയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ പല സ്ത്രീകളിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടാവും. ചിലർക്ക് അത് ഭയങ്കരമായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള സ്റ്റേജസിൽ, ഇപ്പം നമുക്ക് ഡ്രൈനെസ് ഒക്കെ ഉള്ള സ്റ്റേജസിൽ അവിടെ ലൂബ്രിക്കൻസ് ആയിട്ട് ഓയിൽ, ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ യോനി പിജു എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഡ്രൈനെസ് കുറച്ച് കുറയാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ മെനോപോസ് കംപ്ലീറ്റ് ആയിട്ട് നിലച്ചു, അതിൻ്റെ കൂടെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളും കൂടി വരും. ഉദാഹരണത്തിന് ഓർമ്മക്കുറവ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അസ്ഥിക്ഷയമൊക്കെ വരുന്നത്. ഈ റീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പോൾ മെനോപോസ് നിന്നതിൻ്റെ ആ ഒരു ഇഷ്യൂസും പിന്നെ അതിൻ്റെ കൂടെ ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളും കൂടെ വരും. അപ്പോൾ അങ്ങനെ ഈ ഒരു 3 ഘട്ടങ്ങളിൽ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു സമയത്തുണ്ടാവുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹോട്ട് ഫ്ലാഷ് എന്ന് പറഞ്ഞു, ബോഡിയിൽ ചൂട് തോന്നുക, അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ചന്ദനാദി തൈലം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഭ്യംഗം അല്ലെങ്കിൽ ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ യോഗ, പ്രാണായാമം, അതൊക്കെ ഈ ഒരു സ്റ്റേജിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണക്രമം നല്ല രീതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ അതുപോലെ മതിയായ ഉറക്കം, നന്നായിട്ട് ഉറങ്ങുക, ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങുക, സ്ട്രെസ്സൊക്കെ കുറക്കാൻ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ശിരോധാര, ആയുർവേദത്തിൽ ശിരോധാര എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ മാനസിക സമ്മർദ്ദം മൂലം ടെൻഷൻ ഗുളിക കഴിക്കുന്ന കുറേ പേരുണ്ട്. പരിധി വരെ നമുക്ക് ആ സ്റ്റേജിലോട്ട് എത്താതെ നിയന്ത്രിച്ചു പോകാനായിട്ട് നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ സാധിക്കും.
ഈ ശിരോധാര എന്ന് പറഞ്ഞല്ലേ ഡോക്ടർ, അതെന്താണ്? ശിരോധാരം എന്ന് പറയുന്നത് അത് ആയുർവേദത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന ചികിത്സയാണ്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്തി എന്ന് വെച്ചാൽ ആ ടേബിളുണ്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടേബിൾ, അവിടെ പേഷ്യൻറ്റിനെ കിടത്തിയിട്ട് ഓയിൽ തലയിൽ കൂടെ നെറ്റിയിൽ കൂടെ പോർ ചെയ്യുന്ന ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ശിരോധാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ശിരോധാര ചെയ്യുമ്പോൾ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ശിരോധാര ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ വെയിലത്തിറങ്ങാനോ അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ ഫാനിൻ്റെ നേരെ താഴെ ഇരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. നല്ല മെൻ്റൽ റിലാക്സേഷൻ കിട്ടുന്ന ഒരു ചികിത്സയാണ് ശിരോധാരം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മെൻ്റൽ ടെൻഷൻ, ഈ ആർത്തവ സംബന്ധമല്ലാതെ തന്നെ ആളുകളിൽ മെൻ്റൽ ടെൻഷൻ ഉണ്ട്, ജോലി സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു നല്ല റിലാക്സേഷനാണ് ഈ ശിരോധാര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ തിരക്കേറിയ ജീവിതത്തിൽ സ്ത്രീകൾ പാലിക്കേണ്ട ആരോഗ്യകരമായ ദിനചര്യകൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നേരത്തെ എഴുന്നേൽക്കുക, അതുപോലെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. നമ്മുടെ ഇവിടെ സ്ത്രീകൾ ഒരിക്കലും കഴിക്കാത്ത ഒരു ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും പറഞ്ഞ പോലെ സ്ത്രീകളിലുണ്ടാവുന്നത് നമ്മൾ നേരത്തെ പല സ്റ്റേജിലും പറഞ്ഞു, മാനസിക സമ്മർദ്ദം ഒരു കാരണമായിട്ട് പറഞ്ഞു. അപ്പോൾ മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറക്കാനും അതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ വളരെ നല്ലതാണ് ഈ പ്രഭാത ഭക്ഷണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ രാജാവിനെ പോലെ അത് ഉണ്ടാക്കും, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കും. അതെ അത് അപ്പം പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. രാജാവിനെ പോലെ കഴിക്കണം എന്ന് വെച്ചാൽ അവരും സ്ത്രീകളും അത് കഴിക്കണം. ഡെയിലി നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ സമീകൃത ആഹാരം, ജങ്ക് ഫുഡൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. പക്ഷെ നമുക്കത് കഴിക്കണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരു അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമുക്ക് കഴിക്കാം. അല്ലാതെ അതൊരു ഡെയിലി റൂട്ടീൻ ആക്കരുത്. എപ്പോഴും സമീകൃത ആഹാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബിസി ലൈഫാണല്ലേ, നമ്മുടെ തിരക്കേറിയ ഒരു ജീവിതമാണ്. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് നമ്മൾ വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കണം. അതൊരു നടത്തമാവാം. പക്ഷെ ആ നടത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തമല്ല, അല്ലാതെ എക്സസൈസ് രീതി, അതൊരു കുറഞ്ഞ ഒരു അരമണിക്കൂർ നടക്കുക, അങ്ങനെ ശീലിക്കുക. പിന്നെ അതുപോലെ തന്നെ മതിയായ ഉറക്കം, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ അതുപോലെ ആരോഗ്യ പരിശോധനകൾ കൃത്യമായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു അമ്മ എന്ന നിലയിൽ ബാക്കിയുള്ളവരുടെ ആരോഗ്യം അവർ നോക്കും, പക്ഷെ സ്വന്തം ആരോഗ്യം അവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മോശം സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആരോഗ്യ പരിശോധനകൾ നടത്തി ചികിത്സകൾ തേടുക. പിന്നെ പ്രത്യേകിച്ച് സ്വന്തം ആരോഗ്യത്തിനായിട്ട് സമയം കണ്ടെത്തുക, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇത്രയും സമയം, തിരക്കേറിയ സമയം നീക്കി വെച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്ര വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ച് ഡോക്ടറിനെ ആകാശവാണി കവരത്തിയുടെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസ്രീൻ. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാട.